നമസ്കാരം. ഡോക്ടർ ക്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് COPD ആണ് ഡോക്ടർ ക്യൂ ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് പട്ടം SCT ഹോസ്പിറ്റലിലെ പൾമോളജിസ്റ്റ് ഡോക്ടർ അശ്വതിയാണ്. സ്വാഗതം ഡോക്ടർ. നമസ്കാരം. ആദ്യം തന്നെ ഡോക്ടർ, എന്താണ് COPD? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ പ്രേക്ഷകർക്കായി? COPD എന്ന് പറഞ്ഞാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, അതാണ് അതിന്റെ എക്സ്പാൻഷൻ. ക്രോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം കാലമായിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അത് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, നമ്മുടെ ശ്വാസനാളങ്ങൾക്ക് ചുരുക്കം വന്നിട്ടാണ് ഈ അസുഖം നമുക്ക് വരുന്നത്. ഇത് എങ്ങനെയാണ് നമുക്ക് COPD ഉണ്ടാവുന്നത്, എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ എന്നുള്ളതും കൂടെ നോക്കാം. COPD ഉണ്ടാവുന്നതിന്റെ പ്രധാന റിസ്ക് ഫാക്ടർ ഏറ്റവും വലുതായിട്ട് തന്നെ പറയുകയാണെങ്കിൽ പുകവലിയാണ്. ഇന്ന് കൂടി വരുന്ന അന്തരീക്ഷ മലിനീകരണവും വീട്ടിലുണ്ടാകുന്ന മലിനീകരണങ്ങളും അതിന് ഒരു കാരണം തന്നെയാണ്. എന്നാലും പുകവലിയാണ് പ്രധാനമായിട്ടും മുൻനിരയിൽ തന്നെ നിൽക്കുന്നത്. ഇത് കൂടുതലും പുരുഷന്മാരിലാണ് മുന്നേ കണ്ടുവന്നിരുന്നത്. ഇന്നിപ്പോ സ്ത്രീകളിലും അധികമായിട്ട് കാണപ്പെടുന്നു. അതുപോലെ തന്നെ അടിക്കടി വരുന്ന കഫക്കെട്ട്, ആസ്മ പോലെയുള്ള അസുഖങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നവർക്ക് അത് ക്രമേണ കറക്റ്റായിട്ട് ചികിത്സ കിട്ടാത്ത രീതിയിൽ എയർവേകൾക്ക് ചുരുക്കം വന്ന് COPD എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. അതേപോലെ തന്നെ ചില ജനറ്റിക് ഡിസോർഡേഴ്സും COPDക്ക് കാരണമാകും. പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുമാറാത്ത ചുമ, ക്രമേണ വർദ്ധിച്ചു വരുന്ന ശ്വാസം മുട്ടൽ, കഫം തോടു കൂടിയിട്ടുള്ള ചുമ, നടക്കുമ്പോൾ പ്രത്യേകിച്ച് കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കും കിതയ്ക്കുന്നു, അതിന്റെ കൂടെ കുറുങ്ങൽ വരുന്നു. ഇവയെല്ലാം COPDയുടെ ലക്ഷണങ്ങളാണ്. ഒരു തണുപ്പ് കാലങ്ങളിലും അതുപോലെ തന്നെ അണുബാധകൾ വരുമ്പോഴും ഇവരും ശ്വാസം മുട്ട് അധികമായി കാണുന്നു. ക്രമേണ ഈ അസുഖം കൂടുതലായി വരിക, ലങ്സിന്റെ പല ഭാഗങ്ങളിലും ബാധിക്കുകയാണെങ്കിൽ ഇത് റെസ്പിറേറ്ററി ഫെയിലിയർ അഥവാ ഓക്സിജന്റെ ലെവൽ കുറഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് വരെ പോവാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ്. ഒപ്പം തന്നെ ഡോക്ടർ, ഈ പ്രാരംഭ ലക്ഷണങ്ങൾ കുറവായതിനാൽ പലരിലും ഈ അവസാന ഘട്ടത്തിലാകുമല്ലേ ഈ ഒരു രോഗം തിരിച്ചറിയാൻ പറ്റുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട്? നമ്മൾ ആദ്യമായിട്ട് തന്നെ ചുമ, നമുക്ക് അടിക്കടി ചുമയുണ്ടാവുന്നു. അത് കൂടുതലും തണുപ്പ് കാലത്ത് വരുന്നു. ചെറിയ ഇൻഫെക്ഷൻസ് വരുമ്പോഴേക്കും അധികമായി ചുമയും കഫക്കെട്ടും വരുന്നു. കൂടെ തന്നെ നടക്കുമ്പോൾ അല്ലെങ്കിൽ എക്സേർഷൻ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഒന്ന് സ്പീഡിൽ നടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴേക്കും ശ്വാസം മുട്ടൽ വരുന്നു. ഈ ശ്വാസം മുട്ടലിന്റെ തീവ്രത ക്രമേണ കൂടി വരിക, ഇവയെല്ലാണ് COPDയുടെ പ്രധാന ലക്ഷണങ്ങൾ. ഇത് പ്രത്യേകിച്ചും ഒരു പുക വലിക്കുന്ന വ്യക്തിയാണെങ്കിലോ അല്ലെങ്കിൽ വീട്ടിൽ വിറകടുപ്പ് ഉപയോഗിക്കുന്ന അമ്മയാണെങ്കിലോ, വീട്ടിൽ പുക വലിക്കുന്ന വ്യക്തികൾ വേറെ ആരെങ്കിലും, പാസീവ് സ്മോക്കിംഗ് അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും പുക വലിക്കുന്നുണ്ട്, അത് നമുക്ക് എക്സ്പോസ്ഡ് ആവുന്ന വ്യക്തികളാണെങ്കിലും, ചില ഇൻഡസ്ട്രിയൽ കെമിക്കൽസിന്റെ ഒക്കെ എക്സ്പോഷർ വരുന്നവരാണെങ്കിലും, ഇവരെല്ലാം ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ COPD ഉണ്ടോ എന്നുള്ളത് സ്ക്രീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം തന്നെ ഡോക്ടർ, ഈ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ രോഗം വരാൻ? കൂടാതെ തന്നെ ഈ രോഗനിർണയം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അതായത് രോഗം നിർണ്ണയിക്കുന്നത് എങ്ങനെയാണിത്? ഇതിന്റെ ഏറ്റവും കോമണസ്റ്റ് കോസ് എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ്. അതിന്റെ കൂടെ തന്നെ ഇന്ന് വിറകടുപ്പ് ഉപയോഗിക്കുന്ന അമ്മമാര് വീട്ടിലുണ്ടാവുന്ന ഇൻഡോർ കിച്ചണിലൊക്കെ ഉണ്ടാവുന്ന ഇൻഡോർ പൊല്യൂഷൻ COPDക്ക് ഒരു കാരണമാണ്. പാസീവ് സ്മോക്കിംഗ് ഒരു വലിയ കാരണമാണ്. അതുപോലെ തന്നെ ചില ജനറ്റിക് അസുഖങ്ങളുണ്ട്, alpha-1 ആന്റിട്രിപ്സിൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അവയെല്ലാം COPDക്ക് കാരണമാകുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പ്രായം ഒരു ഘടകമാണോ? അതായത് ഏത് പ്രായക്കാരിലും ഈ ഒരു രോഗം ഉണ്ടാകുമോ? കുട്ടികളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? 40 വയസ്സിന് മുകളിലാണ് പൊതുവെ നമ്മൾ COPD കണ്ടുവരുന്നത്. 40 ഇയേഴ്സിന് ശേഷം, കുറച്ചുകൂടെ പ്രായം ചെന്നതിന് ശേഷമാണ് COPD പൊതുവെ കാണുന്നത്. ആദ്യമെല്ലാം കൂടുതലും പുരുഷന്മാരിലാണ് കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് സ്ത്രീകൾക്ക് COPD ഉണ്ടാകുന്നതിന്റെ ഇൻസിഡൻസും കൂടി വരികയാണ്. അപ്പൊ തന്നെ ഡോക്ടർ, ഈ ചികിത്സ എങ്ങനെയാണ് ഇതിന്റെ? ഈ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ? അങ്ങനെയാണോ ഈ ഒരു രോഗത്തിന്റെ? ഇതിന്റെ രോഗനിർണയം എന്ന് പറയുന്നത് ആദ്യം ലക്ഷണങ്ങളെല്ലാം കണക്കിലെടുത്ത് COPD ആകാം എന്നുള്ള ഒരു പ്രൊവിഷണൽ ഡയഗ്നോസിസിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ലങ്സിന്റെ ഫങ്ഷൻ നോക്കണം. അതിന് ബേസിക് ആയിട്ടുള്ള സ്പൈറോമെട്രി ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. ഈ സ്പൈറോമെട്രിയിൽ പ്രത്യേക തരത്തിലുള്ള മാറ്റങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ COPD ആണ് എന്നുള്ള രോഗനിർണയത്തിലേക്ക് എത്തുന്നത്. ഇത് രോഗം നിർണയിച്ചു കഴിഞ്ഞാൽ ഇതിന് പല കാറ്റഗറീസ് ആയിട്ട് നമ്മൾ രോഗികളെ തിരിക്കുന്നു. അതിനനുസരിച്ചിട്ടാണ് ഇതിന് ചികിത്സ കൊടുക്കുന്നത്. ചില വ്യക്തികളിൽ വളരെ മൈൽഡ് ഇനീഷ്യൽ സ്റ്റേജസിലാവുമ്പോൾ ചെറിയ മരുന്നുകൾ മതിയായിരിക്കും. എന്നാൽ അത് കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ വരുന്നു, കഫക്കെട്ട് വരുന്നു,
ശ്വാസം ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരുന്നു, ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരുന്നു. അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ കൂടുതൽ മരുന്നുകൾ വേണ്ടി വരും. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമല്ല. കാരണം നമുക്ക് ഇത് പ്രത്യേകിച്ചുള്ള എക്സ്പോഷേഴ്സും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് ലങ്സിന് വന്നിട്ടുള്ള കേടുകൾ കൊണ്ടുവരുന്ന അസുഖമാണ്. അതുകൊണ്ട് ഇതിന്റെ ട്രീറ്റ്മെന്റ് ലൈഫ് ലോങ് ആണ്. എന്നാൽ നമ്മൾ ആദ്യത്തെ ഘട്ടങ്ങളിൽ തന്നെ ഈ അസുഖം കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതിന്റെ തീവ്രത വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ആ മരുന്നുകൾ ഉപയോഗിക്കുന്നതോടുകൂടി നമുക്ക് ലങ്സിന്റെ പ്രവർത്തനം കുറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ ഫങ്ഷൻ കുറെ കൂടെ ഇംപ്രൂവ് ചെയ്ത് വെക്കാൻ പറ്റും. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്, വിൻസെന്റ് ഗുരുവായൂരിൽ നിന്ന്. വിൻസെന്റ് ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, പറഞ്ഞു. എനിക്ക് കഫക്കെട്ടിന്റെ പ്രശ്നമാണ്. തൊണ്ടയില് കഫക്കെട്ട്. എത്ര കാലമായി തുടങ്ങിയിട്ട്? അതൊരു കുറെ കാലമായി. കുറെ കാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെറുപ്പത്തിൽ പരിപാടിയാണ്. കുറച്ചൊക്കെ മുമ്പ് എനിക്ക് ഹോസ്പിറ്റലിൽ ഞാൻ ഈ ബ്രോങ്കോന്റെ അതിന്റെ ഈ ശ്വാസനാളത്തില് ഈ നീർക്കെട്ടായിട്ട് അതിനത് ബ്രോങ്കോസ്കോപ്പി ചെയ്തു. എന്നിട്ടും അത് തുടർച്ചയായിട്ട് ഇപ്പോഴും അത് അങ്ങനെ മാറിയിട്ടില്ല ഇതിന്റെ കഫക്കെട്ട്. എത്ര വയസ്സുണ്ട് മിസ്റ്റർ വിൻസെന്റിന്? എനിക്കിപ്പോ 65 വയസ്സായി. 65 വയസ്സ്. പുകവലിയോ അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല, പുകവലിയൊന്നുമില്ല, ഒന്നുമില്ല. കണ്ടിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും കഴിക്കൊന്നുമില്ല. എപ്പോഴെങ്കിലും ലങ്സിന്റെ ഫങ്ഷൻ നോക്കിയിട്ടുണ്ടോ? എങ്ങനെ? സ്ഥിരമായി മരുന്നുകൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? സ്ഥിരമായിട്ട് ഞാൻ ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ടുണ്ട്. ഈ ആയുർവേദം കഴിച്ചിട്ടുണ്ട്, മറ്റു ഇംഗ്ലീഷ് മെഡിസിൻ ഇതിനെ മാറാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും മാറുന്നില്ല. എപ്പോഴും ഇത് തന്നെ കഫക്കെട്ടിന്റെ ശല്യം തന്നെ എനിക്ക് എപ്പോഴും വരുന്നത്. പിന്നെ എനിക്ക് ലിവറിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഞാനിപ്പോ മരുന്ന് കഴിക്കുന്നുണ്ട്. ലിവറിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്, അതും പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ കഫക്കെട്ടാണ് കൂടുതൽ വരുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ലങ്സിന്റെ ഫങ്ഷൻ എന്താന്നുള്ളത് അറിയണം. മാത്രമല്ല ശ്വാസകോശത്തിന്റെ ഫങ്ഷൻ എത്രയാണെന്നുള്ള അറിയുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ ലങ്സിലുണ്ടോ? കാരണം മുന്നേ ബ്രോങ്കോസ്കോപ്പി ചെയ്യേണ്ടി വന്നു, അത്രയും രീതിയിൽ കഫക്കെട്ട് വന്നു. അപ്പോ ഇത് COPD എന്നുള്ള അസുഖമല്ല, മറ്റ് അസുഖങ്ങളിലും ഒരുപാട് ലങ് ഡിസീസസ് ഉണ്ട്. ഇതുപോലെ ഒരുപാട് കഫം പ്രൊഡ്യൂസ് ചെയ്യുന്ന, അമിതമായ കഫം പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന പല അസുഖങ്ങളുണ്ട്. അപ്പൊ ആ അസുഖങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൃത്യമായി എക്സാമിൻ ചെയ്ത് ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അന്ന് നിങ്ങളൊരു അടുത്തുള്ള ഒരു പൾമനോളജിസ്റ്റിനെ കാണുക, എന്നിട്ട് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുക. ഷാജി ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളർ കൂടിയുണ്ട്, ഷാജി ആലപ്പുഴയിൽ നിന്ന്. ഷാജി ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഈ കൊറോണയ്ക്ക് ശേഷം ഒരു ജലദോഷം പോലെ ഇങ്ങനെ വന്നായിരുന്നു. അത് രണ്ടാമത്തെ ടെസ്റ്റ് ചെയ്തപ്പോൾ അലർജിയാന്ന് പറഞ്ഞായിരുന്നു. അപ്പം അലർജിക്കുള്ള മരുന്ന് ഞാൻ കഴിക്കുന്നുണ്ട് ഇപ്പം. പക്ഷെ ഈ കഫത്തിന്റെ അളവ് ഭയങ്കര കൂടുതലും അത് ഇപ്പം ഈ നമ്മുടെ തൊണ്ടയുടെ നെഞ്ചിന്റെ വലതുവശത്ത് ഇതാവുന്നുണ്ട്. രണ്ടാമത് ഈ ഒരു സൈഡ് മാത്രം, ഇടത്ത സൈഡ് മാത്രം മുഖത്തിന്റെ മൊത്തം ഈ കഫം കയറുകയും നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ ചീറ്റുമ്പോൾ ചെറിയ ബ്ലഡ് മയം കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അതൊരു സ്ട്രോങ് സൈനസൈറ്റിസിന്റെ ലക്ഷണങ്ങളാണ് ആദ്യം തന്നെ പറഞ്ഞത്. ഇവിടെ മാറുന്നവർക്ക് പലവർക്കും സൈനസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. അത് പ്രമേഹം ഉള്ളവരാണെങ്കിൽ അത് കൂടുതൽ ശ്രദ്ധിക്കണം. ഇമ്മ്യൂണിറ്റി കുറയുന്ന രീതിയിലുള്ള അസുഖങ്ങളുള്ളവർ, വൃക്ക സംബന്ധമായ അസുഖമോ കരൾ സംബന്ധമായ അസുഖമോ മറ്റേതെങ്കിലും മെഡിസിൻസ്, സ്റ്റിറോയിഡ് പോലത്തെ മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രമേഹം ഉള്ളവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഇത് സൈനസ് ഗ്രന്ഥിയില് പഴുപ്പ് കിട്ടുന്നതുകൊണ്ടാണ് ഈ ലക്ഷണങ്ങളെല്ലാം വരുന്നത്. ഇത് കോവിഡ് വന്ന് മാറുന്നവരിൽ പലവരിലും നമ്മൾ കാണുന്ന പ്രശ്നമാണ്. സൈനസൈറ്റിസ് ആണ്. അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് തന്നെ എടുക്കണം. ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് അത് റെക്ടിഫൈ ചെയ്യാം. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളർ കൂടിയുണ്ട്, പത്തനംതിട്ടയിൽ നിന്ന് സുസമ്മ. സുസമ്മ ചോദിച്ചോളൂ ഡോക്ടറോട്. സുസമ്മ, അതായത് ഈ TV ശ്രദ്ധിക്കാതെ ഡോക്ടറോട് ചോദിക്കൂ, TV മ്യൂട്ട് ചെയ്ത് വെക്കാമോ? ഹലോ സുസമ്മ, അതായത് ഈ TV യുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? TV ശ്രദ്ധിക്കാതെ കോൾ ഡോക്ടറോട് ചോദിച്ചോളൂ.
ചോദിച്ചോളാം. ഇവിടെ ഓളിയാൻ കുറച്ച്. ഹലോ ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ അമ്മ. ഡോക്ടറെ, എനിക്കൊരു 2 വർഷത്തെങ്കിലും ആയി കാണും എനിക്കൊരു ചുമയുണ്ടായിട്ട്. അപ്പൊ കോവിഡ് വന്നായിരുന്നു. കോവിഡ് സമയത്തും ഈ ചുമ നല്ലപോലെ ഉണ്ട്. ഞാൻ 10 ദിവസം അഡ്മിറ്റ് ആയിരുന്നു ആശുപത്രി കോവിഡ് സമയത്ത്. ഇപ്പൊ എനിക്ക് ആ ചുമ അങ്ങോട്ട് മാറുന്നില്ല. ഭയങ്കര ചുമ. ഒരുപാട് സിറപ്പും മരുന്നുകളും ഒക്കെ കഴിച്ചിട്ട് കുറെ അറിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ വേറൊരു ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ ഒരുപാട് ചെക്കപ്പ് ഒക്കെ ചെയ്ത് കഴിച്ചിട്ട് പറഞ്ഞു, മരുന്നുകളും എല്ലാം തന്നിട്ട് പറഞ്ഞു ശ്വാസകോശത്തില് ചുരുക്കമാണെന്ന്. അപ്പം അതിന്റെ മരുന്ന് ഇപ്പം കഴിച്ചോണ്ടിരിക്കുക. ശരി, ഈ മരുന്നിന്റെ പേരെന്ന് പറഞ്ഞേ ഡോക്ടറോട് ചോദിച്ചു. ശ്വാസകോശത്തിന് അപ്പം അതിന് ഇൻസുലിൻ അടിക്കുന്നുണ്ട് വായില്. പിന്നെ അതിന്റെ കൂടെ വേറെ ഒരു ഗുളികയും കൂടെ ഇപ്പം കഴിക്കുന്നുണ്ട്. ഹലോ, മോണ്ടലൂക്കാസ് ആൻഡ് ഡെസ്ലോറാറ്റൈൻ ടാബ്ലറ്റ്സ് അതിപ്പോ കഴിക്കുന്നെന്ന് പറഞ്ഞേ. ഡോക്ടറെ, ഇപ്പൊ എനിക്ക് അത് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഭിന്നിഷ്ടമാണ് ഇതിന്റെ അകത്തുണ്ട്. അമ്മയ്ക്ക് തന്നിട്ടുള്ള ഇൻഹേലർ, ഉപയോഗിക്കുന്ന ഇൻഹേലർ ഉണ്ടല്ലോ, അത് കൃത്യമായി ശരിക്കാണോ അടിക്കുന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കണം. കാരണം എപ്പോഴും നമുക്ക് ഈ എടുക്കുന്ന ടെക്നിക്ക് ശരിയല്ലെങ്കിൽ അമ്മയ്ക്ക് ശ്വാസം മുട്ടല് മാറില്ല, വിമിഷ്ടം മാറില്ല. അത് നമ്മൾ ഈ ട്യൂബ് പോലെ ഒരു കുഴല് പോലെ ഉള്ളതിന്റെ അകത്തോട്ട് വെച്ചിട്ട് നമ്മള് സ്പ്രേ ചെയ്യുക. അതെ, അത് കറക്റ്റ് ആയിട്ട് വലിക്കണം. അടുത്ത പ്രാവശ്യം ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ ആ ഇൻസ്ട്രുമെന്റ് ആയിട്ട് പോയിട്ട് അത് എടുക്കുന്നത് ശരിയാണോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യണം. അമ്മയ്ക്ക് കോവിഡ് വന്ന് മാറിയതിനു ശേഷം ചെറിയ ശ്വാസനാളങ്ങൾക്ക് ചുരുക്കം വന്നതാണ്. ഇത് ഇപ്പൊ ഈ ഡോക്ടർ തന്ന മരുന്നുകൾ തന്നെ ഉപയോഗിക്കുക. ക്രമേണ കുറച്ച് എക്സസൈസും കാര്യങ്ങളെല്ലാം ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ ലങ്സിന്റെ ഫംഗ്ഷനും കൂടെ നോക്കിയതിനു ശേഷം മരുന്നുകൾ കുറച്ചു കൊണ്ടുവരാം. പക്ഷെ ഇപ്പൊ ഈ ഡോക്ടർ തന്ന മരുന്നുകൾ തന്നെ ഉപയോഗിക്കാം. ശരി, നമുക്ക് മറ്റു വിശദാംശങ്ങളിലേക്കൊക്കെ തന്നെ ഉടനടി തന്നെ മടങ്ങി വരാം. ഡോക്ടർ ക്യൂവിൽ ഇനിയൊരു ഇടവേള. ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. വീണ്ടും ഡോക്ടർ ചേരുന്നുണ്ട്. ഡോക്ടർ, നമുക്കറിയാം ഈ കോവിഡ് കാലത്തൊക്കെ തന്നെ ഈ ശ്വാസകോശം സംബന്ധിച്ചുള്ള രോഗങ്ങൾ വലിയ രീതിയിൽ ഈ കോവിഡ് ബാധിതർക്ക് വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നത് നമുക്ക് കണ്ടതാണ്. പിന്നീട് ഇപ്പോൾ ഈ COPD വരുമ്പോൾ ഇത് കോവിഡ് വന്നാൽ അത്തരം രോഗികൾക്ക് എത്രത്തോളം ബാധിക്കും? കോവിഡ് വന്ന സിവിയർ COPD ഉള്ള രോഗികൾക്കെല്ലാം ഒരുപാട് ലങ് ഏരിയാസ് ഓൾറെഡി ഡാമേജ്ഡ് ആയിരിക്കും. അപ്പോൾ കോവിഡ് ഇൻഫെക്ഷനും കൂടെ വരുമ്പോൾ അവർക്ക് സിവിയർ ന്യൂമോണിയ ഒക്കെ ആയി ഓക്സിജൻ ലെവല് പിന്നെയും കുറഞ്ഞ് പല രോഗികളും വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു. എന്നാൽ കോവിഡ് സമയത്ത് വേറെ കണ്ട ഒരു വ്യത്യാസം, മൈൽഡർ COPD ഒക്കെ ഉള്ള രോഗികളാവുമ്പോൾ അവര് സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുകയും പുറത്തു വരുന്നത് കുറയുകയും ചെയ്തപ്പോൾ അവര് ഇൻഫെക്ഷൻസിന്റെ റേറ്റുകൾ കുറഞ്ഞു, പൊല്യൂഷൻ എക്സ്പോഷർ കുറഞ്ഞു. അതുകൊണ്ട് COPD എക്സോസർബേഷൻസ് കുറേയും കൂടെ കുറവായിട്ടാണ് കണ്ടത്. എന്നാൽ കോവിഡ് ബാധിച്ച രോഗികളിൽ അത് വളരെ സിവിയർ ആയിട്ടാണ് കണ്ടുവന്നത്. അപ്പൊ തന്നെ ഈ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള? തന്നെ സ്മോക്കിംഗ് ചെയ്യുന്നവരാണെങ്കിൽ സ്മോക്കിംഗ് നിർത്തുക, പാസീവ് സ്മോക്കിംഗ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. വീട്ടില് പുകയെടുപ്പ് ഉപയോഗിക്കുന്ന അമ്മമാരാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. പൊല്യൂഷൻ മാക്സിമം വീട്ടിന്റെ ഉള്ളിലുള്ള എല്ലാ പൊല്യൂട്ടൻസും നമ്മൾ കുറയ്ക്കുക. നമ്മൾ പൊല്യൂഷൻ ഉള്ള ഏരിയയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിനായിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്ത് ലങ്ങിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. പുറത്തു പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കുക. അതുപോലെ തന്നെ എന്താ പറയുക, ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും കാര്യങ്ങളെല്ലാം ഇപ്പോഴും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. മാത്രമല്ല COPD ഉള്ള രോഗികളാണെങ്കിൽ ഫ്രീക്വന്റ് ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഫ്ലൂവും ന്യൂമോകോക്കൽ വാക്സിനും അവർക്ക് എടുക്കാവുന്നതാണ്. അത് ഫ്ലൂ വാക്സിൻ വർഷത്തിൽ ഒരിക്കലും, പുതിയ സ്ട്രെയിൻ വരുമ്പോഴാണ് വാക്സിൻ എടുക്കേണ്ടത്. ന്യൂമോകോക്കൽ വാക്സിൻ ലൈഫ് ടൈമിൽ ഒരിക്കലുമാണ് എടുക്കേണ്ടത്. ഇത് എടുക്കുന്നതോടുകൂടി അവർക്ക് ഇൻഫെക്ഷൻ വളരെ സിവിയർ ആയി പോകുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാം. റെഗുലർ എക്സസൈസ്, അതുപോലെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക. ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ് അങ്ങനത്തെ അസുഖങ്ങളുള്ളവരാണെങ്കിൽ ആ അസുഖങ്ങളെല്ലാം തന്നെ വളരെയധികം കൺട്രോൾഡ് ആയി വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. സ്മോക്കിംഗ് ഉണ്ടായിരുന്ന വ്യക്തികളിൽ COPD ഉള്ളവര് ലങ് ക്യാൻസറിനും അതുപോലെ തന്നെ വരാൻ വേണ്ടി വളരെയധികം സാധ്യത കൂടുതലാണ്. അപ്പോ ഒരു റെഗുലർ സ്ക്രീനിങ് ചെയ്യുന്നത് അവരിലും നല്ലതാണ്. അത് ഡോക്ടർ കറക്റ്റ് ആയിട്ട് നമ്മൾ
സ്മോക്കിംഗ് ചെയ്യുന്നവരാണെങ്കിൽ അതിനൊരു ഫിക്സ്ഡ് ടൈം ഉണ്ട്. അത്രയും സമയം നമ്മൾ സ്ക്രീൻ ചെയ്യാം ലങ്ങിന്റെ ഉള്ളിൽ ക്യാൻസറസ് ആയിട്ടുള്ള മാറ്റങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന്. അതേപോലെ തന്നെ ഒരു ഇൻഫെക്ഷൻ വന്നു, ശ്വാസം മുട്ടൽ കൂടി, COPD ഉള്ള വ്യക്തിയാണ്, ശ്വാസം മുട്ടൽ കൂടി ഒരു അക്യൂട്ട് എക്സർവേഷനോ COPD വന്നു. COPD എക്സർവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് മരുന്നുകൾ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഡോക്ടർ പറഞ്ഞു തന്ന രീതിയിൽ തന്നെ മരുന്നുകൾ ഉപയോഗിക്കാം. അതിന്റെ കൂടെ തന്നെ പൾമണറി റീഹാബിലിറ്റേഷൻ എന്നുള്ള ഒരു ട്രീറ്റ്മെന്റ് രീതി, അഥവാ ഒരു ലങ് എക്സസൈസ്, ഒരു ഓവറോൾ എക്സസൈസ്, കംപ്ലീറ്റ് നമ്മുടെ ബോഡി സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുന്നതും COPDയുടെ സിവിറിറ്റി വേർസൺ ചെയ്യുന്നതിലും അവർക്ക് ഉണ്ടാവുന്ന ഡെബിലിറ്റി അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് സഹായിക്കും. ഫ്രീക്വന്റ് എക്സർബേഷൻസും അത് കാരണം കൊണ്ട് നമുക്ക് കുറച്ചു കൊണ്ടുവരാവുന്നതാണ്. വളരെ സിവിയർ COPD ഉള്ള വ്യക്തികൾ എന്ന് വെച്ചാൽ ലങ്സിന് ഒരുപാട് ഡാമേജുകൾ വന്നു, ഓക്സിജന്റെ ലെവൽ കുറഞ്ഞു, അങ്ങനെയുള്ളവർക്ക് ഹാർട്ടിലേക്കുള്ള രക്തസമ്മർദ്ദം കൂടാനുള്ള സാധ്യതയും കൂടെ ഉണ്ട്. അങ്ങനെയുള്ളവരും രണ്ട് എന്താ പറയുക ഓർഗനും ഒരുപോലെ തന്നെ പ്രൊട്ടക്റ്റഡ് ആവണം. മരുന്നുകൾ കൃത്യമായിട്ട് മുടങ്ങാതെ തന്നെ എടുക്കാൻ വേണ്ടിയും ശ്രദ്ധിക്കും. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടിയുണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് രാജു. രാജു ഡോക്ടറോട് ചോദിച്ചോളൂ. രാജു കേൾക്കാമോ? ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. ഹലോ ഡോക്ടർ കേൾക്കുന്നുണ്ടോ? കേൾക്കാം രാജു, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്ക് ഈ രാത്രി കിടക്കാൻ നേരത്ത് മൂക്ക് തടസ്സം വരുന്നത്. ഓക്കെ. പിന്നെ കഫം കെട്ടുണ്ട്, തൊണ്ടയിൽ കഫം കെട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഓക്കെ. എത്ര വർഷമായിട്ട് മൂക്കടപ്പ് വരുന്നുണ്ട് ഇങ്ങനെ? മൂക്കടപ്പ് രണ്ട് വർഷം 2-3 വർഷമായി. ഇത് തണുപ്പിനോട് മരുന്ന് കഴിക്കുന്നുണ്ട്. ഓക്കെ. ഇത് തണുപ്പ് ഉള്ള സമയത്താണോ കൂടുതൽ, അതോ പൊടി അടിക്കുമ്പോഴും മറ്റെന്തെങ്കിലും എക്സ്പോഷേഴ്സ് ഉണ്ടാവുമ്പോൾ കൂടുതലാവുന്നുണ്ടോ? അലർജി എന്ന് പറഞ്ഞ ഡോക്ടർ മരുന്ന് തരുന്നത്. ഓക്കെ. അപ്പൊ എപ്പോഴും തന്നെ മൂക്കടപ്പുണ്ട് അല്ലേ? ഇത് രാത്രി പണി കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ മൂക്കടപ്പ് പോയൊക്കെ. ചിലത് ഉറങ്ങാൻ പറ്റാത്ത രീതിയിലുണ്ട്. ഉറക്കം വരില്ല മൂക്കടപ്പ് എന്തായാലും. മൂക്കടപ്പുണ്ടായിരുന്നു. ഓക്കെ. ഇതിന് പ്രത്യേകിച്ച് കുറച്ച് കാരണങ്ങളാണ്. മെയിൻ ആയിട്ട് അലർജി. അത് തണുപ്പിനാവാം, പൊടിയും ആവാം. രണ്ടും ഒരേപോലെ അലർജി ഇതുപോലെ വരാം. അപ്പൊ മൂക്കിന്റെ ഉള്ളില് അലർജി വന്ന് അവിടെ നീര് വരുന്നത് കൊണ്ടാണ് ഇത്രയും അടപ്പ് വരുന്നത്. ഇതിന് ഒന്ന് മൂക്കിന്റെ പാലത്തിന് വളവ് ഒരു കാരണമാകാം, മൂക്കിൽ ദശ വളരുന്നത് ഒരു കാരണമാവാം. ഇതിന്റെ കൂടെ തന്നെ അലർജി ഉണ്ടാകുമ്പോൾ ഈ പ്രശ്നങ്ങൾ കൂടുതലാവും. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് മൂക്കിലത്തെ അലർജി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടാബ്ലറ്റ്സും അതുപോലെ തന്നെ നേസൽ സ്പ്രേസും ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതൊരു പരിധി വരെ നല്ലപോലെ കൺട്രോൾഡ് ആവും. അതിന് മൂക്കിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് ആദ്യം അറിയണം. എങ്ങനെയാണ് അവിടുത്തെ സ്ട്രക്ചർ ഇരിക്കുന്നത്, ഡെവലപ്മെന്റിൽ അവിടെ എന്തെങ്കിലും വളവുണ്ടോ, അടവുണ്ടോ, എന്തെങ്കിലും ബോണി പ്രൊജക്ഷൻസ് ഉണ്ടോ, എല്ലാം നോക്കിയതിനു ശേഷം മാത്രമേ അത് കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റൂ. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളർ കൂടിയുണ്ട് കൊല്ലത്ത് നിന്ന് കുമാർ. ഡോക്ടറോട് ചോദിച്ചോളൂ. കുമാർ കേൾക്കാമോ? ഹലോ ഹലോ ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. വയസ്സിന്റെ ആണ്. 4 വർഷത്തിന് മുമ്പ് ഈ ഭയങ്കര ചുമയൊക്കെ ഉണ്ടായി. അങ്ങനെ പൺമോളസിനെ പോയി കണ്ടു, സ്കാനിങ് ഒക്കെ ചെയ്തു. അന്ന് മുതൽ മരുന്നൊക്കെ തന്നു. ഇപ്പൊ അത് കുറവുണ്ട്. ഇപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഈ വായി പിടിക്കുന്നൊരു മരുന്നുണ്ടല്ലേ, അതെ. പക്ഷെ അതിന്റെ ഡോസ് ഇപ്പൊ ഡോക്ടർ പകുതി ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ആ ഡോക്ടറെ പോയി കാണണമെങ്കിൽ ദൂരെ പോകണം. അതുകൊണ്ട് ഇപ്പൊ 2 വർഷത്തോളമായി പോയി കണ്ടിട്ട്. അപ്പൊ മരുന്ന് ഇപ്പോഴും തുറന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ഉടനെ പോയി ഡോക്ടറെ കാണേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഈ മരുന്ന് തുടരുക തന്നെ ചെയ്യണോ? നമുക്ക് ഈ മരുന്നിന്റെ ഡോസുകൾ നമുക്ക് ക്രമേണ കുറച്ചു കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. മിനിമം ഡോസിൽ നമ്മളുടെ അസുഖം കൺട്രോൾഡ് ആവുകയാണെങ്കിൽ ആ രീതിയിലേക്ക് നമുക്ക് ഡോസ് കുറച്ചു കൊണ്ടുവരാം. അതിന് നേരത്തെ ചെയ്തിട്ടുള്ള ലങ്സിന്റെ ഫംഗ്ഷനും കാര്യങ്ങളും ഇപ്പോ ഒരു ലങ്സിന്റെ ഫംഗ്ഷനും കൂടെ നമുക്ക് ചെയ്ത് നോക്കിയാൽ കമ്പയർ ചെയ്യാം. മാത്രമല്ല അമ്മയുടെ ലക്ഷണങ്ങൾ എത്രത്തോളം കൺട്രോൾഡ് ആണ്, എത്രത്തോളം അമ്മയ്ക്ക് ഈ ഒരു മിനിമം അളവില് ഇപ്പൊ കൊടുക്കുന്ന അളവില് അമ്മയുടെ അസുഖം കൺട്രോൾഡ് ആണ്, അതിനനുസരിച്ചിട്ട് നോക്കി താരതമ്യപ്പെടുത്തി നമുക്ക് ഡോസ് കുറയ്ക്കാൻ പറ്റും. നമ്മൾ ഹയർ ഡോസ് എടുക്കേണ്ട ആവശ്യം ചിലപ്പോൾ വരില്ല. കുറച്ചും കൂടെ നമുക്ക് കുറഞ്ഞ ഡോസ് മാത്രമേ എടുക്കേണ്ടി വരുള്ളൂ.
ഇപ്പോ ഇത് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ട തരത്തിലുള്ള അസുഖമാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മരുന്ന് വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് അസുഖം കൂടാനുള്ള സാധ്യത, ലക്ഷണങ്ങൾ കൂടി വരും. അപ്പൊ നമുക്ക് കുറേയും കൂടെ കൂടുതൽ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് 2 വർഷമായിട്ട് ഇതുവരെ ലങ് ഫംഗ്ഷൻ നോക്കിയിട്ടില്ല, അതേ മരുന്ന് തന്നെ തുടരുകയാണ്. അതുകൊണ്ട് അധികം വൈകിക്കാതെ തന്നെ കാണിച്ച് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ മരുന്ന് മോഡിഫൈ ചെയ്യുന്നതാണ് നല്ലത്. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളർ കൂടിയുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് സുരേഷ് ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ആ കോളിന് എന്തോ സാങ്കേതിക തടസ്സമുണ്ട്, അതുകൊണ്ട്. ഹലോ, സുരേഷ് കേൾക്കാമോ? ഹലോ കേൾക്കാം. ചോദിച്ചോളൂ. എനിക്കൊരു 8 മാസത്തിന് മുമ്പ് ടിബിയുടെ അസുഖം വന്നായിരുന്നു. അത് ഓക്കെ. കഴിഞ്ഞിട്ട് ആ അസുഖം മാറിയതിന് ശേഷം പിന്നെ ശ്വാസം മുട്ടൽ വരുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു. ബ്ലഡ് ഛർദ്ദിച്ച് അതെല്ലാം കുറഞ്ഞ് വീണ്ടും വന്നു കഴിഞ്ഞ് വീണ്ടും എനിക്ക് സ്വല്പത്തിൽ നടക്കുമ്പോഴും എടുക്കുമ്പോഴും വീണ്ടും ശ്വാസം മുട്ടലും വരുന്നുണ്ട്. കണ്ടമാനം കഫവും ഉണ്ട്. ഓക്കെ. ടി ബി തുടർന്ന് ഇങ്ങനെ തന്നെ പറഞ്ഞു. ഒന്ന് ടി ബി വന്ന സമയത്ത് ലങ്സിൽ ഡാമേജുകൾ ഉണ്ടാകുമ്പോഴാണ് ഇതുപോലെ ബ്ലഡ് വോമിറ്റ് ചെയ്യലും ചുമച്ച് തുപ്പലും അതുപോലെ തന്നെ ശ്വാസം മുട്ടും വരുന്നത്. ഒന്നത്. 2, നമ്മൾ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് നിർത്തി. പുതുതായിട്ട് നമുക്കൊരു ടി ബി ഇൻഫെക്ഷൻ കൂടെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ കണ്ട ഡോക്ടറിനെ ഒന്നും കൂടെ കണ്ട് റീ ഇവാലുവേഷൻ ചെയ്യണം. നേരത്തെ തന്നെ നമുക്ക് ലങ് ഡാമേജസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഡയഗ്നോസ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നോക്കിയിട്ടില്ലെങ്കിൽ അതും കൂടെ നോക്കണം. എന്നിട്ട് അതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. മറ്റൊരു കോളർ കൂടിയുണ്ട്, ഡോക്ടർ സുധ, കൊല്ലത്ത് നിന്ന്. സുധ ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, നമസ്കാരം ഡോക്ടറെ. ഞാൻ സുധ, കൊല്ലം. ഡോക്ടറെ കേൾക്കാം, പറഞ്ഞോളൂ. ഡോക്ടറെ, എന്റെ ഹസ്ബൻഡ് ഒരു 12 വർഷമായി ഒരു സ്ട്രോക്ക് പേഷ്യന്റാ. 12 വർഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹം 12 വർഷവും ബെഡ് റിഡൻ ആയിരുന്നു. എങ്കിലും സർവൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു 3-4 മാസം മുമ്പ് അദ്ദേഹത്തിന് ഒരു ചെറിയ ഫിറ്റ്സ് പോലെ വന്നു കഴിഞ്ഞപ്പോൾ അതിനുശേഷം മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ടതിന് ശേഷം പുള്ളിക്ക് അടിക്കടി ചെസ്റ്റ് ഇൻഫെക്ഷൻ വരുന്നു. അതിന്റെ പേരിൽ എനിക്ക് തോന്നുന്നു ആന്റിബയോട്ടിക് റെഗുലർ ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്ന് ചെസ്റ്റ് ഇൻഫെക്ഷൻ വരുമ്പോ ഒരു ചെറിയ ശ്വാസം മുട്ടൽ പോലെ പുള്ളിക്ക് തോന്നുന്നേ. അത് ഈ ട്യൂബ് ഇടുന്നതിന്റെ ആണോ? നമുക്ക് ട്യൂബ് ഇടുന്നോണ്ടല്ല അമ്മ, നമുക്ക് കോഫ് റിഫ്ലെക്സ്, നമുക്കൊരു വ്യക്തിക്ക് തൊണ്ടയില് ഇപ്പൊ എന്തെങ്കിലും ഒരു കഫം കയറി വരികയോ അല്ലെങ്കിൽ നമ്മളുടെ വയർ സാധനങ്ങൾ മുകളിലേക്ക് കയറി വരികയോ ചെയ്യുമ്പോൾ അത് നോർമലായിട്ട് നമ്മൾ ചുമച്ച് അതിനെ തുപ്പിക്കളയുകയോ അല്ലെങ്കിൽ നോർമൽ ഫോട്ടിംഗ് റിഫ്ലെക്സ് കൂടെയാണ് അത് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. സ്ട്രോക്ക്, അച്ഛൻ എവിടെയാണ് സ്ട്രോക്ക് വന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ പറഞ്ഞത് വെച്ചിട്ട് റിഫ്ലെക്സസ് കുറവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതുപോലെ ചുമ ഫ്രീക്വന്റ് ആയിട്ട് വരും. ലങ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് അണുബാധകളും വരും. ഇത് ആസ്പിറേഷൻ കാരണമാവാം. 2, നമുക്ക് അവിടെ ഉള്ളിൽ ചെന്നിട്ടുള്ള ഈ കഫവും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് ചുമച്ച് പുറത്തേക്ക് പോവാത്തതും അതിന് ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്നതിന് ഒരു പ്രധാന കാരണമാണ്. ഡോക്ടർ, സമയപരിധി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. നമുക്ക് ഈ ഒരു ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ദിവസം ഇതേ വിഷയമായി നമുക്ക് വീണ്ടും ചേരാം. നന്ദി ഡോക്ടർ. ഡോക്ടർ ക്യൂ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.